കലോത്സവ നഗരിയിൽ ഇപ്പോൾ നമ്മുടെ BK അബ്ദുൽ ഖാദർ എതിരെത്തിയിരിക്കുകയാണ്. ദീർഘകാലം മൊഗ്രാൽ സ്കൂളിൻ്റെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് വർക്ക്, അതായത് പിന്നെ പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും വർക്കൊക്കെ ഏറ്റെടുത്ത് നടത്തിയ ഒരു വ്യക്തിയാണ് BK അബ്ദുൽ ഖാദർ. BK അബ്ദുൽ ഖാദർ ഇപ്പോൾ നമ്മുടെ കലോത്സവ വേദിയിൽ കലോത്സവ നഗരിയിൽ രണ്ടാമത്തെ വേദിയിൽ എൻ്റെ കൂടെ. ഓക്കെ, ഞങ്ങളെല്ലാവരും കലോത്സവ നഗരിയിലാണുള്ളത്. പിന്നെ എല്ലാവരും വളരെ ആവേശത്തിലാണുള്ളത്. അപ്പോൾ ഇനി ഒരു ദിവസം മാത്രമേ 64ാമത് റവന്യൂ ജില്ലാ കലോത്സവം തുടങ്ങാൻ ബാക്കിയുള്ളൂ. ഈ അവസരത്തിൽ മൂന്നാമത്തെ വേദിയിലാണ് ഞങ്ങൾ സ്കൂളിൻ്റെ മുന്നിലുള്ളത്. പക്ഷേ നവാസ്, എങ്ങനെയാണ് നമ്മുടെ ഈ ആദ്യമായിട്ട് മൊഗ്രാലിലേക്ക് കിട്ടിയ ഈ ജില്ലാ കലോത്സവത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത്? മംഗലത്തിന്റെ മുന്നേ ഉള്ള ഒരു മൈലാഞ്ചിലായില്ലേ, അതുപോലെ ഡൗട്ട് ഓരോരാൾക്കും ഇന്ന് മംഗലം എന്റെ മംഗലം എനിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നു. അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് അതേ ഫീൽ ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഏതെങ്കിലും ജില്ലാ കലോത്സവം നിങ്ങൾ പങ്കെടുത്തില്ല? ഞാൻ പോയിട്ടുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജില്ലാ കലോത്സവത്തിന്. ഏകദേശം 13ഓളം വേദികളുണ്ട്. അല്ല, ഞാൻ മാപ്പിള പാട്ടിന് എനിക്കറിയാം, ആ പാട്ട് പറയൂ. രണ്ട് വരി മൂന്ന്. പിന്നെ ഏകദേശം 13ഓളം വേദിയുണ്ട്. ഇത് മൂന്നാമത്തെ വേദിയാണിത്. ഇത് എൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ഇത് ഒന്നാമത്തെ വേദി ഏകദേശം നാളെ ഒരു ഉച്ചയോട് കൂടി പൂർത്തിയാവും. ഇതും അങ്ങനത്തെ നാളെ ഉച്ചയോട് കൂടി പൂർത്തിയാവും. പിന്നെ രണ്ടാമത്തെ വേദി നമ്മുടെ KM ഖാദർ ചാൻ്റെ പറമ്പിലാന്നുള്ളത്. അങ്ങനെ 13 വേദികളിൽ ഏകദേശം തിങ്കളാഴ്ച രാവിലെ ആകുമ്പോൾ എല്ലാ വേദികളും ഉണരും. നമ്മുടെ MA സിദ്ദീഖിൻ്റെ അടുത്താണ് ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിലൊരാമർശമുണ്ട്, എൻ്റെ പൊരയിലൊരു വേദിയാക്കിരാ നിങ്ങൾക്ക്. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടില്ല, ഇപ്പോൾ ആ ഭാഗത്തേക്ക് ഇല്ല, എല്ലാം ഇങ്ങോട്ടേക്ക് തന്നെ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പക്ഷേ അബ്ദുൽ കുഞ്ഞി നടുപ്പുള്ളം, പിന്നെ ദീർഘകാലം മൊഗ്രാൽ സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് ആയിരുന്ന അബ്ദുൽ കുഞ്ഞി താത്വിക ആചാര്യന്. എങ്ങനെയാണ് നമ്മുടെ ഈ ജില്ലാ കലോത്സവത്തിന്റെ ഈ ആവേശം? നാടും ഉണർന്നിരിക്കുകയാണ്. നമ്മുടെ ഇശൽ ഗ്രാമമായ മൊഗ്രാൽ, പ്രത്യേകിച്ച് ഒരു കാൽപന്തികളുടെ പിന്നെ ഈ നമ്മുടെ ഈ നാട്ടിൽ ഇതംപ്രദമായി വരുന്ന ഈ നമ്മുടെ കലോത്സവം വൻ വിജയപ്രദമാക്കാൻ നമ്മുടെ ഈ മൊഗ്രാലിൻ്റെ പരിസര പ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാ മിനുക്കുമണികളുമാണ് ഇവിടുത്തെ വിവിധ സബ് കമ്മിറ്റികളും. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. മുഹമ്മദ്, നമ്മുടെ യുവജനോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വേദികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റന്നാൾ പ്രഭാതമാകുമ്പോൾ നമ്മുടെ പരിപാടി ആരംഭിക്കും. അപ്പോൾ ഇതുവരെയുള്ള ഈ വേദികളൊക്കെ കാണുമ്പോഴും ഇവിടുത്തെ ഒരുക്കം കാണുമ്പോൾ മുഹമ്മദിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും മൊഗ്രാൽ നാടിൻ്റെ ഒരു ഒത്തൊരുമയാണ് ഇതൊക്കെ വിളിച്ചു വന്നത്. വളരെ ഐക്യതയോടെയുള്ള നമ്മുടെ നാട്ടുകാരുടെ പ്രവർത്തനവും പിന്നെ അധ്യാപകരുടെ പ്രവർത്തനവും എല്ലാം കൂടി വളരെ ഭംഗിയായി, വളരെ നല്ല ഭംഗിയിൽ ഈ കലോത്സവം മറ്റുള്ള ജില്ലകൾക്ക് മാതൃകയാകുന്ന രീതിയിലായിരിക്കും ഈ കലോത്സവം അവസാനിക്കുക. ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതിനുവേണ്ടി ഇവിടുത്തെ നല്ലതായ നാട്ടുകാർ അങ്ങേയറ്റം സഹകരിക്കണം. ഏറ്റെടുത്ത് കഴിഞ്ഞു, എന്നാലും ബാക്കിയുള്ളവരും കൂടി ഇതിൽ പങ്കാളികളാവുക എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലാ കലോത്സവത്തിൽ ഇനി വളരെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പിന്നെ നമ്മുടെ എല്ലാം മൊഗ്രാൽ ഗ്രാമം തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. താങ്കളും ഏതൊരു സബ് കമ്മിറ്റിയിൽ ഉണ്ടല്ലോ, ഈ സബ് കമ്മിറ്റി ട്രാൻസ്പോർട്ടിനെ കുറിച്ചിട്ട് താങ്കൾ ട്രാൻസ്പോർട്ടിലെ എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാണ്, ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാ കാര്യങ്ങളും അതായത് കുട്ടികളെ എല്ലാ സ്റ്റേജിൽ വിവിധ സ്ഥലങ്ങളിൽ സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും എത്തിക്കുക, മറ്റുള്ള കാര്യങ്ങൾ. അതുപോലെ ഇവിടെയുള്ള ബസ്സുകൾ SS സ്കൂളിൽ 2-3 ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പഞ്ചായത്തിന്റെ ഗ്രാമവണ്ടി അത് നമ്മൾ ആവശ്യപ്പെട്ടു, അത് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് പഠിച്ചിട്ട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അതും ചെയ്തിട്ടുണ്ട്. കുമ്പളയിൽ സൗഹൃദ ഓട്ടോ എന്ന് പറഞ്ഞിട്ട് 10-20ഓളം ഓട്ടോ മെമ്പർമാരെ ഇതാക്കിയിട്ട് അവർക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് വിളിച്ചിട്ട് ഇവിടെ ഒരാൾക്കൊരു ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും 12 മണിക്ക് 1 മണിക്ക് വന്നാൽ പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത ഇനി അതും കൂടി മതിയായില്ലെങ്കിൽ നമ്മളെ മെമ്പർ 10-15 മെമ്പേഴ്സ് ഉണ്ട്. ഓരോ റെഡിയായിട്ട്
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൊഗ്രാൽ ഗ്രാമം തന്നെ എല്ലാ മുക്കിലും മൂലയിലേക്കും ഈ പിന്നെ കലോത്സവത്തിൻ്റെ സന്ദേശം എത്തിയിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം ആവശ്യത്തിലാണ് അല്ലേ? അതെ, വേറെ സ്റ്റേജുകളിലൊക്കെ ഇപ്പോൾ ആൾക്കാർ പോകണമെങ്കിൽ എത്തിക്കാറുണ്ട്. അത് ഈ റൂട്ടിൽ പോകാൻ പറ്റില്ല. ലോഡറിന്റെ കമ്മിറ്റീൻ്റെ നിർദ്ദേശം അപ്പുറത്തെ വഴിയിലൂടെ പോകണമെന്ന് ഇതിൽ പോകുന്നത് നടന്നിട്ട് തന്നെ പോകണം. നടന്നിട്ട് പേരാൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ കേക്കപ്പുറം, ആ സ്റ്റേജ് വരെ ഒന്നും പറ്റില്ല. ആ മൈമൂൻ നഗറിൽ അതിലെ കൂടിയിട്ട് പോകാൻ പറ്റും. എമർജൻസി യാത്രകളുണ്ടെങ്കിൽ എമർജൻസി ഈ ഭാഗത്തുള്ള വീടുകൾക്ക് അതുപോലെ ഈ 10ഓളം വണ്ടികൾക്ക് മഷ ഈ ഭാഗത്തുള്ള വാഹനങ്ങൾക്ക് അത്യാവശ്യം വീട്ടിൽ പോകാനുള്ള ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് പാസ്പോർട്ട് താങ്കൾ വളരെയധികം ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന അറിയാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരുക്കങ്ങളിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ ഈ മൊഗ്രാലുകാർ എന്ന് പറയുമ്പോൾ ഒരു കലയുമായി നമ്മളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ടച്ച് ഉള്ള ഒരു സൊസൈറ്റിയാണ്. നമുക്ക് മാപ്പിള കളിയായാലും ഫുട്ബോളായാലും മറ്റുള്ള ഏത് വിധത്തിലും നമ്മൊരു ആ രൂപത്തിൽ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അപ്പോൾ അതിലേക്കൊരു പ്രത്യേകമായൊരു പ്രിപ്പറേഷനും പ്രത്യേകമായൊരു തയ്യാറെടുപ്പും മൊഗ്രാലുകാർക്ക് പ്രത്യേകം ആവശ്യമില്ല എന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ പല കലാപരിപാടികളും പല സംഗതികളും നമ്മൾ ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊരു മൊഗ്രാലുകാരൻ എന്ന നിലയിലുള്ള ഒരു വിലയിരുത്തൽ എന്ന നിലക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു അനായാസം ഈ കടമ്പ കടന്ന് നമുക്ക് വളരെ നല്ല വിജയത്തിൽ നല്ല വളരെ പ്രതീക്ഷയോടെ കാണുന്നത്. ഇപ്പോൾ നാളത്തെ വിളംബര ജാതിയോട് ചാർജ് നിങ്ങൾ കാണാം. നിങ്ങളല്ല അതിന് എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായതായി അറിയുന്നു. പക്ഷേ അതിൻ്റെ റൂട്ടുകളും കാര്യങ്ങളും എങ്ങനെയാണത് സജ്ജീകരിച്ചിരിക്കുന്നത്? അതിപ്പോൾ നമ്മൾ ഈ ഒരു കലാമേളയുടെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. പിന്നെ നാട്ടുകാർക്കുള്ള ഒരു പരിപാടിയാണ് ഈ വിളംബരയാത്ര എന്നുള്ളത്. കാരണം ഇപ്പോൾ മറ്റുള്ളതല്ല, നമ്മൾ ഈ ജില്ലയിലുള്ള കുട്ടികളുടെ പരിപാടിയാണെങ്കിൽ ഘോഷയാത്ര എന്നുള്ളത് നമ്മൾ ഈ ആതിഥേയരുടെ ഈ നാട്ടുകാരുടെ ഒരു ഉത്സവമാണ്. അതായത് ഇതിന് മുമ്പുള്ള ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് എ ബെസ്റ്റ് ഇംപ്രഷൻ. കാരണം അത് ഏറ്റവും നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മൾ കുമ്പള സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ ആരംഭിക്കുന്നതാണ്. നാളെ 4 മണിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം. എന്നിട്ട് നമ്മൾ ടൗൺ വഴി ഒന്ന് കറങ്ങിയിട്ട് നേരെ മൊഗ്രാൽ സ്കൂളിലേക്ക് ടൗണിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൽ പിന്നെ ആദ്യം നമ്മളൊരു അനൗൺസ്മെൻറ്റ് വണ്ടി വരും. പിന്നെ നമ്മൾ പൊടി പിടിച്ചിട്ടുള്ള ഒരു സ്കാറ്റിങ്ങിൻ്റെ കുട്ടികളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാനർ അതിനുശേഷം വിശിഷ്ടാതിഥികളും നമ്മളെ ജനപ്രതിനിധികളെ ചേർന്നുകൊണ്ടുള്ള ഒരു അതിൻ്റെ ഫ്രണ്ട്, അതിനുശേഷം 64 മുത്തുകുടകൾ ചേർന്നിട്ടുള്ളതും പിന്നെ അതിനുശേഷം പിന്നെ നമ്മളെ നാട്ടിലെ കല പിന്നെ ദഫ് കോൽക്കളി, പിന്നെ അതേപോലെ തന്നെ ഒപ്പനകൾ, പിന്നെ നാടോടി നൃത്തം, പിന്നെ അതുപോലെ കുറച്ച് നമ്മുടെ പിന്നെ ഫുട്ബോളിൻ്റെ ഒരു ചെയ്യുന്ന ഒരു ഇതുണ്ട്, ഉണ്ട്. മാക്സവൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഉണ്ട്, പിന്നെ JRCൻ്റെ ഉണ്ട്. പിന്നെ എല്ലാ ക്ലബ്ബുകളെയും ഇവിടുത്തെ സന്നദ്ധങ്ങളെല്ലാം സഹകരിപ്പിച്ചിട്ടുണ്ട്. നാടിലെ മൊത്തം ഒരു വരുന്ന രൂപത്തിൽ ചെണ്ടവാദ്യങ്ങളുണ്ട്. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഇല്ല ഞങ്ങൾ ഇപ്പോൾ മറ്റന്നാളാണ് പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് തന്നെ ഈ നാട്ടുകാരിവിടെ നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റും നിറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ ഈ പരിപാടി നാട്ടുകാരെ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതാണ് ഞാൻ പറയുന്നത്. ഈ മൊഗ്രാലുകാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം അതിന് ഒരുങ്ങേണ്ടതില്ല എന്ന്. ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടി ഏത് പേര് ഫുട്ബോളായാലും നമ്മളെ മാപ്പിളപ്പാട്ടായാലും മാപ്പിള കലകളായാലും സ്കൂളിൻ്റെ പേര്, പിന്നെ പ്രത്യേകിച്ചിട്ട് മൊഗ്രാൽ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളൊരു വികാരമാണ്. തീർച്ചയായും നമ്മളെ മനസ്സിൻ്റെ എന്ത് വന്നാലും അല്ല, നമ്മളെ ചെറിയ പ്രായത്തിലുള്ള ഓടിക്കളിച്ച സ്ഥലം, പഠിച്ച സ്ഥലം, നമ്മൾ അക്ഷരങ്ങൾ ആദ്യമായിട്ട് അക്ഷരങ്ങൾ പഠിച്ച സ്ഥലമല്ലേ ഈ മൊഗ്രാൽ. പരിചയതാണ്. ഇവിടെ ഈ ഗ്രൗണ്ടിൽ കളിക്കാതെയും ഈ തിരുമുറ്റത്ത് എത്താത്ത ആളുകൾ മൊഗ്രാലില്ലല്ലോ. ഇന്നും ആ പ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തന്നു തോന്നിപ്പോന്നു ഒരുപാട്. പ്രത്യേകിച്ചിട്ട് ഇതിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നമ്മൾ എല്ലാവരും ഒരു സൊസൈറ്റി എല്ലാ മതസ്ഥരും ഇപ്പോൾ ഉദ്യോഗസ്ഥ മാഷന്മാർ ഈ നാട്ടുകാരെ പോലെയാണ്. അപ്പോൾ അതുപോലെ ഒരു ഒറ്റ കുടുംബങ്ങളെ പോലെയാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീതി. ഇതൊരു മൊഗ്രാലിൻ്റെ ഒരു പരിച്ഛേദമാണ്. തീർച്ചയായും ഇതിൽ എല്ലാവരും അണിചേരണമെന്ന്. അപ്പോൾ നമ്മുടെ ഈ മൊഗ്രാലിൽ നമുക്ക് ആദ്യമായി കിട്ടിയൊരവസരമാണ് ഈ ജില്ലാ സ്കൂൾ കലോത്സവം. അതിനെപ്പറ്റി എങ്ങനെയാണ് നിങ്ങളുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും നമ്മൾ മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വീർപ്പൂട്ടൽ തന്നെയാണ്. നമുക്ക് ഇതപദമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു അവസരം ഉണ്ടല്ലോ, അത് മൊഗ്രാലിനെ സംബന്ധിച്ചാൽ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം തന്നെയാണ്.
അത് നമ്മൾ നാട്ടുകാർ പരിശ്രമിച്ച് അത് വൻ വിജയമാക്കി തീർക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഇനി വരും തലമുറയ്ക്ക്, ഇനി നമ്മുടെ തലമുറയ്ക്ക് ഇതിങ്ങനെ ഒരു അവസരം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ക്ലബ്ബുകളും ഓരോ സംഘടനകളും മുന്നോട്ട് വന്ന് ഇതിനെ വൻ വിജയമാക്കി മാറ്റണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ സ്കൂൾ വിട്ടിട്ട് 76 സ്കൂൾ വിട്ടതാണ്. ഏകദേശം 49 കൊല്ലം സ്കൂൾ വിട്ടിട്ട്. അപ്പോൾ മുഹമ്മദ് ഈ സ്കൂളിൽ ഞങ്ങളുടെ ഹൈസ്കൂൾ UP സ്കൂൾ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ഹൈസ്കൂളായിട്ടുണ്ടായിരുന്നു. സ്കൂളുണ്ടായിരുന്നു. അപ്പോൾ മുഹമ്മദ് കുഞ്ഞ് അന്നത്തെ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്തിരുന്നു. തീർച്ചയായും. ഇത് ചേർത്തുള്ളൊരു ചോദ്യം, അത് നെൽസൺ മണ്ടേല എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ്. തീർച്ചയായും. അമ്മൂഞ്ഞിക്ക് ഏത് ഐറ്റമിലായിരുന്നു? ഞാൻ ഡ്രാമ, പിന്നെ മോണോ ആക്ട്, മിമിക്രി അല്ല, മോണോ ആക്ട് കൂടുതൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഡ്രാമ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തടവറ എന്ന ഒരു ഡ്രാമ ഉണ്ടായിരുന്നു. നമ്മളെ MK അബ്ദുള്ള, തനീം അബ്ദുള്ള സംവിധാനം ചെയ്ത ഒരു നെൽസൺ മണ്ടേല മെയിൻ കഥാപാത്രം നമുക്ക് സബ് ജില്ലയിൽ പോയിട്ട് അവതരിപ്പിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ലുക്മാൻ ഒരു നല്ലൊരു ഫുട്ബോൾ താരമാണ്, അതുപോലെ തന്നെ നല്ലൊരു കലാകാരനും കൂടിയാണ്. താങ്കളുടെ മിമിക്രിയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ആ കാലത്ത് അങ്ങനെ മിമിക്രി രംഗത്തേക്ക് ആൾ കടന്നു വരാത്ത സമയമാണ് താങ്കളൊക്കെ ഇവിടെ മിമിക്രി അവതരിപ്പിച്ചപ്പോൾ. താങ്കൾ സ്കൂളിൽ താങ്കൾക്ക് ഏത് ഐറ്റമിലാണ് കൂടുതൽ താങ്കൾ കേന്ദ്രീകരിച്ചത്? മോണോ ആക്ട്, മിമിക്രി, പിന്നെ ഡ്രാമ. ഈ മോണോ ആക്ടിലൊക്കെ അന്ന് ആനുകാലിക സംഭവങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള മോണോ ആക്ടായിരുന്നു, അല്ല മറ്റ് ഏതെങ്കിലും? അല്ല, നമ്മൾ സാധാരണ ഒരു ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുള്ള ഇതന്നെ അന്നത്തെ ഇതല്ല. അല്ലല്ല, മോണാക്ട്. അവിടെ ഞമ്മൻ ഒരു തീം ഉണ്ടാക്കിയിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുക.